ഇന്നലെ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളായിരുന്നു ടി വിയിൽ കാണുന്നത്. 4 നല്ല സുന്ദരി കുട്ടികൾ മിനിങ്ങാന്ന് പാലക്കാട് നടന്ന വാഹനാപകടത്തിൽ മരിച്ചിട്ട് അവരുടെ ഖബറടക്കം നടക്കുകയായിരുന്നു. അവരുടെ അമ്മ പൊട്ടിക്കരയുന്നു. ഒരു അമ്മയുടെ മുന്നിൽ വെച്ചാണ് മകൾ മരിക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അവരുടെ ഫ്രണ്ട്സ് വന്ന് പേരുകൾ ഉറക്കെ വിളിച്ച് പറഞ്ഞ് കരയുന്നു. അവരെ മാറ്റാൻ നോക്കിയിട്ട് അവർ മാറുന്നില്ല. കുഞ്ഞനിയത്തിമാർ കരയുന്നു. നമുക്ക് ഒരു മനസ്സിന് സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നടന്നത്. എന്താണ് സാർ, അതിന് മുമ്പാണ് 6 ആൺകുട്ടികൾ MBBS ഫസ്റ്റ് ഇയർ, എന്തുമാത്രം അവർ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാകുക അല്ലേ. സുജാതൻ സാറിന് എന്താണ് ഇങ്ങനെ കേരളത്തിൽ ഇത്രമാത്രം റോഡ് അപകടങ്ങൾ ദിവസം കണക്കെ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സാർ? കേരളത്തിലെ പൊതുവഴികൾ, റോഡുകൾ കുരുതിക്കളങ്ങളായിട്ട് വർഷങ്ങളായി. ഇത് ഗവൺമെൻറ് ശരിയായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി AI ക്യാമറകൾ എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചു. കഴിയുന്നത്ര സുരക്ഷിതത്വം വാഹനഗതാഗത വേളയിൽ അപകടം ഒഴിവാക്കാനുള്ള ലക്ഷ്യമായിരുന്നു അതിന്. പക്ഷേ അത് വലിയ വിവാദത്തിലൊക്കെ പെടുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും അപകടത്തിന് യാതൊരു കുറവുമില്ല. എല്ലാ ദിവസവും നമ്മൾ ഇപ്പം മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഒരു ദിവസം 14 പേർ നമ്മുടെ റോഡുകളിൽ മരിക്കുന്നുണ്ട്. ഒരു കൊല്ലപ്പെടുന്നു. ആവറേജാണ്. 160 പേർ പരിക്കേറ്റ് ജീവശവങ്ങളായി കഴിയേണ്ടി വരുന്നു, അംഗഭംഗം വന്നവരും. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തുമില്ല. ഏറ്റവും വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്ര ഗതാഗത കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ നടക്കുന്ന റോഡപകടങ്ങളുടെ ഇരട്ടിയാണ് കേരളത്തിൽ. കേരളത്തിലെ റോഡപകടങ്ങൾ ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോ വാർത്ത വരുമ്പോഴും നമ്മൾ ഞെട്ടുകയും അനുശോചിക്കുകയും, ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ നമ്മൾ അതിൻ്റെ വൈകാരിക തലം മനസ്സിൽ വെച്ചുകൊണ്ട് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഇതിനപ്പുറം ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് നമ്മുടെ റോഡ് ആസൂത്രണ വിദഗ്ധന്മാരോ സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിക്കേണ്ടവരോ ഒന്നും അതിനെപ്പറ്റി ആലോചിക്കാത്തതാണോ, ഇത് വേണ്ടെന്ന് വയ്ക്കുന്നതാണോ? പലപ്പോഴും എനിക്ക് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മനഃപൂർവ്വമാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ റോഡ് മെയിൻ്റനൻസ്, റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്. രണ്ടാമത് വാഹനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മ, അതിൻ്റെ കൃത്യമായ അതിൻ്റെ പരിശോധന നടക്കുക, അതിന് വേണ്ടുന്ന മെക്കാനിക്കൽ സൗകര്യങ്ങളിൽ എന്തെങ്കിലും പിഴവുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക. 3 റോഡിൻ്റെ ശോച്യാവസ്ഥ, ഗതാഗതം സ്മൂത്താക്കുന്നതിൽ റോഡിന് വലിയൊരു പങ്കുണ്ട്. അശ്രദ്ധമായ വാഹന ഡ്രൈവിങ്ങിന് പുറമെ ഈ റോഡിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കൗൺസിലറാണ് കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷൻ, എറണാകുളം സൗത്ത്. കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ കൗൺസിലറാണ്. എൻ്റെ ഒരു റോഡ് ഇപ്പോൾ തോടാണ്. അവിടെ വീണിട്ട് ആൾക്കാർ, 2 വീലറുകാർ വീഴുന്നു. രാവിലെ വളഞ്ഞമ്പലത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ കൈ ഒടിയുന്നു. എത്ര പ്രാവശ്യം ഞാൻ ഫയൽ എഴുതി, ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ട് ഈ റോഡ് ടാറിങ് കഴിയുമ്പോൾ അവർക്ക് ഒരു ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് വയ്ക്കുന്നില്ല? ആര് സൂപ്പർവൈസ് ചെയ്യുന്നു? ഈ റോഡുകൾ ബിറ്റുമൻ കറക്റ്റായിട്ട് ഇടുന്നുണ്ടോ? ബേബി മെറ്റൽ ഏത് ഗ്രേഡിൽ ഉപയോഗിക്കുന്നു? ഒന്നും നോക്കുന്നില്ല. ഈ കോൺട്രാക്ടർമാർ പറയുന്നത് എല്ലാവരുടെയും കൈകളെ ഗ്രീസ് ചെയ്തതിന് ശേഷം, അതായത് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം, ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ടാറിൻ്റെ ഒരു തുള്ളിയെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ വിതറുന്നുണ്ടല്ലോ എന്ന് മാഡം ആശ്വസിക്കൂ എന്നാണ് പറയുന്നത്. വലിയൊരു കാര്യമാണ്. ഈ ഗതാഗത സംവിധാനവും റോഡ് സുരക്ഷയും വാഹനാപകടങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ റോഡ് നിർമ്മാണത്തിലെ കള്ളക്കളികൾ നമ്മുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളായി റോഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഫണ്ട് മാറ്റിവെക്കുന്നു. ഇത്രയും കാലം ഒരു റോഡ് നന്നാക്കിയാൽ നിലനിൽക്കാത്തത് എന്താ? അതേസമയത്ത് റോഡ് നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യ ആഗോളതലത്തിൽ മാറി. നമ്മുടെ നാട്ടിൽ മാത്രം ഓരോ 6, 7, 8 മാസം കഴിയുമ്പോൾ റോഡ് ശോച്യാവസ്ഥയിലാകുന്നു. അത് നന്നാക്കേണ്ടി വരുന്നു. വീണ്ടും പൈസയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു റോഡ് പണിത ഒരു 5 കൊല്ലം അവിടെ കിടക്കുവാണെങ്കിൽ 5 കൊല്ലം എന്ത് ചെയ്യും? ഇവരുടെ വാഹനങ്ങളിലും പെട്രോൾ ഒഴിക്കണ്ടേ? ഇവർക്ക് നല്ല സുഖത്തിൽ ജീവിക്കണ്ടേ? അതെ. അപ്പോൾ കേരളത്തിൽ ഈ റോഡ് നിർമ്മാണത്തിലെ കരാറുകാരും റോഡ് നിർമ്മാണത്തിന് കരാർ കൊടുക്കുന്ന, അതിൽ ലോബി ചെയ്യുന്ന രാഷ്ട്രീയക്കാരും
ഈ റോഡിൻ്റെ പ്ലാനിങ് നടത്തുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ഇത് മൂന്നും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഉണ്ട്. അപ്പോൾ അത് അസ്തമിക്കാത്തിടത്തോളം കാലം നമ്മൾ റോഡിന് വേണ്ടി ചിലവാക്കുന്ന 100 രൂപ പൂർണ്ണമായും ആ റോഡിലെത്തില്ല. കിട്ടുന്നില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി പറഞ്ഞല്ലോ, നമ്മൾ 100 രൂപ ഒരു പൊതു പദ്ധതിക്ക് മാറ്റി വെക്കുന്നുവെങ്കിൽ അതിൽ 86 രൂപ മാത്രം, അല്ല 14 രൂപ മാത്രമേ അവിടെ പ്രയോജനപ്പെടുന്നുള്ളൂ. 86 രൂപ മറ്റെല്ലാവരുടെയും നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് പോവുകയാണ്. അപ്പം 14% ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ എങ്ങനെ ശരിയാവും? അപ്പോൾ ഈ റോഡിന്റെ അവസ്ഥയൊക്കെ ഇത് തന്നെയായിരിക്കും. അല്ല, അതുകൊണ്ട് കാര്യമില്ല സാർ. ഇന്നലെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ചാടി ഇങ്ങനെ ഇട്ടു. ഒരു വട്ടത്തിൽ ശരിക്കും ഒരു ഗർത്തം പോലത്തെ ഒരു കുഴി. മഴയും കൂടെ പെയ്തിട്ടുണ്ട്, കാണുന്നില്ല. കാറിലായത് കാരണം ഞെട്ടി ഞാൻ താഴത്തേക്ക് വീണു. പുറകിൽ കിടക്കുമായിരുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും പറ്റിയില്ല. ഒരു 2 വീലർ ആയിരുന്നെങ്കിലോ എവിടേക്കെങ്കിലും തെറിച്ചു പോയി പുറകിൽ ഓടി വരുന്ന അത് കയറി അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ കൈയോ കാലോ ഒക്കെ ഒടിയാമായിരുന്നു. ഉടനെ ഒരു അനുശോചനം, മരിച്ച കുടുംബത്തിന് ഉടനെ ഒരു തുക. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട വ്യക്തിയെ നമുക്ക് തിരിച്ചു റോഡ് ആക്സിഡന്റിനെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടന്നിട്ടുണ്ട്. ആരോ PhD പ്രബന്ധമൊക്കെ ഉണ്ട്. ചില റിപ്പോർട്ടുകളൊക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ നിരത്തുന്ന കാരണവും എല്ലാം കറക്റ്റാണ്. പരിഹാര നിർദ്ദേശങ്ങൾ ഒന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ റോഡ് നിർമ്മാണം, ഞാൻ നേരത്തെ സാങ്കേതിക വശം മാറി, ഇപ്പോൾ ഈ റബ്ബറൈസ്ഡ് റോഡ്, അതുപോലെ പ്ലാസ്റ്റിക് റോഡുകൾ, ഇതൊക്കെ ആണെങ്കിൽ മെയിൻ്റനൻസ് 20 വർഷം കൂടുമ്പോൾ ഒരിക്കൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഒരു റോഡിന് വലിയ പരിക്കില്ലാതെ 20 വർഷത്തോളം നിൽക്കുകയാണെങ്കിൽ ഈ മെയിൻ്റനൻസ് ലോബിക്ക് വലിയ ഗുണമുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വശം. അപ്പോൾ റോഡിൻ്റെ ശോച്യാവസ്ഥ കൊണ്ടുണ്ടാകുന്ന അപകടം മാറണമെങ്കിൽ ഈ കള്ളക്കളി തീരണം. പിന്നെ വാഹന പരിശോധന അത് കൃത്യമായി നടക്കണം. അതിൽ ഒരു അഴിമതിരഹിത സംവിധാനം വേണം. പിന്നെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് വളരെ കർശനമാക്കും. അദ്ദേഹം കുറേ പരിഷ്കാരവുമായിട്ട് വന്നു. ഗവൺമെൻറ് ക്ലിപ്പിട്ടു, അദ്ദേഹത്തിന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ. സാറ് കാർ ഓടിക്കുന്ന ആളാണ്. പുറകിൽ വന്ന് ബസ്സുകാർ പിപ്പി ഒരു പ്രത്യേക സ്ഥലത്തിലൊരു 30 സെക്കൻഡോളം ഹോൺ അടിച്ച് നമ്മൾക്ക് വല്ലാണ്ട് അരോചകത്വവും നമ്മളുടെ കോൺസെൻട്രേഷൻ പോകുന്ന പോലെയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെല്ലാം പറയുമ്പോൾ അതുകൂടെ പറയണം. കാരണം നമുക്ക് ഉള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരം വളരെ മോശമാണ്. നമ്മൾ അന്യദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കേരളത്തിൽ എത്ര പരിതാപകരമാണ്. ഹോൺ അടിച്ചാൽ മോശം ഡ്രൈവറാണെന്ന് അവർ പറയുക. ആണാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വരെ 4 മാസം ഗ്രേറ്റ് ബ്രിട്ടനിൽ പല സ്ഥലത്തും സഞ്ചരിച്ചു. അപ്പോൾ അവിടെ ഹോണെന്ന് പറയുന്നതൊന്നും കേൾക്കാനേ ഇല്ല. നമ്മൾ വാഹനം ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന ആളോട്, അത് എൻ്റെ മകൻ തന്നെയാണ്, അപ്പോൾ മോനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് വണ്ടി ഹോണെന്ന്, ഈ ഹോൺ സംസ്കാരം കേരളത്തിലുള്ള അച്ഛനറിയാത്തതുകൊണ്ടാണ്. ഇവിടെ അങ്ങനെ ഹോൺ അടിക്കുന്നത് അലോസരവും അതൊരു ഒഫൻസ് പോലെയായിട്ട് കരുതും. വലിയൊരു ആക്സിഡൻറ്റിൻ്റെ സാധ്യത കാണുമ്പോഴേ ഒരു ഹോണിൻ്റെ ആവശ്യം പോലെ അവർ ഓർക്കുകയുള്ളൂ. അങ്ങനെ അത് വേണ്ടി വരുള്ളൂ. പിന്നെ അവിടുത്തെ റോഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ എതിരെ വാഹനം വരുന്നത് വളരെ അപൂർവമാണ്. എല്ലാം പിന്നെ ഓൺലൈൻ ട്രാഫിക്കാണ്. സാർ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസുകൾ ഹോൺ അടിച്ചുകൊണ്ട് പോകുന്നു, അതിൻ്റെ പുറകെ അതേ കാരണം കയറി പോകാമല്ലോ. കാറുകളും മറ്റു രാജ്യങ്ങളിലൊക്കെ 30 സെക്കൻഡ് നമ്മൾ വണ്ടി ഒതുക്കിയിടണം ആംബുലൻസിൻ്റെ സൈറൻ കേട്ടാൽ. ഇവിടെ അങ്ങനെയല്ല. ആംബുലൻസിൻ്റെ പുറകെ ചീറി പാഞ്ഞു പോകുന്ന 2 വീലർ, ഓട്ടോറിക്ഷ, കാറുകൾ. കാരണം ആ ഒരു ഗ്യാപ്പിൽ കൂടെ അവർ പോകാൻ നോക്കുകയാണ്. നമ്മളുടെ റോഡ് സെൻസ്, സിവിക് സെൻസ് മാറണ്ടേ? റോഡ് സെൻസ് മാറണം. അധികൃതരുടെ ഭാഗത്ത് നിന്ന് റോഡിന് സൈൻ ബോർഡുകൾ കൃത്യമാകുന്നില്ല. ഇപ്പോൾ ഇത് ശബരിമല സീസണാണ്. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ധാരാളം തീർത്ഥാടകരുടെ വാഹനം വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ വരുന്ന ഒരാൾ ശബരിമലയ്ക്ക് പോകേണ്ട ബോർഡൊക്കെ അവിടെ ഇവിടെയൊക്കെ റെയറായിട്ടെങ്കിലും ഉണ്ട്. കൃത്യമായി കേരളത്തിലെത്തുന്ന ഒരാളിന് ഒരു ഗൂഗിൾ മാപ്പ് ഇല്ലാതെ എവിടെയെങ്കിലും സഞ്ചരിക്കാൻ പറ്റുമോ? ഈ നെയിം ബോർഡുകൾ നോക്കി വായിച്ചു പോവുകയാണ്, അയാൾ അവതാളത്തിലാവും. കൃത്യമായി എങ്ങും ഇല്ല. അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ഇല്ല. റോഡ് ക്രോസ് ചെയ്യാനും നമുക്കൊരു ഇതില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ലൈറ്റ് പച്ചയാകുമ്പോൾ ആൾക്കാർ വെറുതെ ഇങ്ങനെ കൈ കാണിച്ചത്, ഇങ്ങനെ കൈ കാണിച്ച് നടന്നു പോകും. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ആ സ്പീഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ ആൾക്കാർ കൈ കാണിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ അതിന് നമ്മൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഈ ഗതാഗതം പാഠ്യ വിഷയമാണ്. സ്കൂൾ തലത്തിലെ കുട്ടികളെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിൽഡ്രൻസ് ട്രാഫിക് പാർക്കിൽ കൊണ്ട് ഞങ്ങളെ കാണിക്കുമായിരുന്നു. അത് നമ്മുടെ സുഭാഷ് പാർക്കിലുണ്ട് അതിൻ്റെ സംവിധാനം. ഇത് ഒഫീഷ്യലായിട്ട് തന്നെ എല്ലാ
ലെവലിലും പ്രൈമറി ക്ലാസ് മുതൽ കുട്ടികളെ റോഡ് മര്യാദ എങ്ങനെയാണെന്ന് പാഠ്യവിഷയമാക്കി അഭ്യസിപ്പിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ഒരു റോഡ് സെൻസ്, അവർ വളർന്നു വരുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയാം. പിന്നെ വഴി നടക്കുമ്പോൾ എങ്ങനെ വേണം പാലിക്കണം, എവിടെയാണ് ക്രോസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സീബ്ര ക്രോസിങ്ങിൽ ക്രോസ് ചെയ്യാൻ നിന്നാലും കാര്യമില്ല. സീബ്ര ക്രോസിംഗ് എന്താന്ന് പോലും ആർക്കറിയില്ല. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അപകടം ഉണ്ടാവുമ്പോൾ ആരാ റോഡ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പേരിലും കൂടെ നമുക്കൊരു കുറ്റം ചാർത്തേണ്ടതല്ലേ? ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഡ്രൈവർക്കെതിരെ കേസെടുക്കുന്നത് പോലെ ആര് ഈ റോഡ് ഉണ്ടാക്കി, ഈ കുഴികൾ ആരുണ്ടാക്കുന്നു, ആ റോഡിൻ്റെ കോൺട്രാക്ടർക്കെതിരെയും ആൻസറബിൾ ആക്കണം. ഒരു കേസും ഡോക്ടർമാർ ചികിത്സാ പിഴവിന് കേസെടുക്കും എന്ന് പറയാൻ ആവേശം കാണിക്കുന്നവർ ഈ റോഡ് നിർമ്മിക്കാൻ കൂട്ടുനിന്ന എഞ്ചിനീയർ ആരുടെ എന്ന് ചോദിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ജനങ്ങൾ കോൺട്രാക്ടറും ഇതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച കരാറുകാരനാര്, അയാളും ഇതിന് ഉത്തരവ്. ഒരു റോഡ് നിർമ്മിച്ചാൽ അതിനൊരു ഇത്ര കാലത്തേക്ക് അതിന് ഒരു ഗ്യാരണ്ടി പീരീഡ് കൊടുക്കും. ഈ ഇത്തരം വ്യവസ്ഥകളിലൂടെയൊക്കെ വന്നാൽ കുറച്ച് ബെറ്ററാകാം. പിന്നെ ജനങ്ങൾക്ക് ബോധം ഉണ്ടാകണം. ഇതിപ്പോൾ ഇടത്തൂടെയും വലത്തൂടെയും ഒക്കെ ഓവർടേക്ക് ചെയ്യാൻ എന്തൊരു ആവേശമാണ്. ഇത് നമ്മുടെ ബൈക്ക് ട്രാവലേഴ്സ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ബൈക്കുകാർക്കാണ്. ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അതെ അതെ അവർ നിരപരാധികൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഫുട്പാത്ത് ഇല്ലാത്തത് മറ്റൊരു കാര്യം. ഒരു വലിയ യൂണിവേഴ്സിറ്റി വന്ന് എറണാകുളത്ത് സർവേ നടത്തിയിട്ട് അവർ നമുക്കൊരു അവാർഡ് തന്നു. അതായത് ഫുട്പാത്ത് ഇല്ലാത്ത ഒരേ ഒരു മെട്രോ നഗരം. ഫുട്പാത്തിലെല്ലാം ഉണ്ട്, കച്ചവടമുണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നടക്കാണെങ്കിൽ റോഡിൽ നടക്കണം. അപ്പോൾ എങ്ങനെ അപകടം വരാണ്ടിരിക്കും? അത് കൃത്യമായിട്ട് കൗൺസിലർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കൗൺസിലർമാർ ശ്രദ്ധിക്കണം. അവരുടെ പിന്നെ പ്രവർത്തന ഏരിയയിലെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കച്ചവടക്കാർക്കാണ് പ്രാധാന്യം, പെഡസ്ട്രിയൻസിനല്ല. അല്ല, വഴി നടക്കുന്നവൻ ഏരിയ കൂടെങ്കിലും. അപ്പോൾ അവൻ തിരക്കേറിയ റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ പിന്നെ നിർബന്ധിതനാകും. അപ്പോൾ വാഹനം വന്ന് തട്ടാം. അപ്പോൾ നമ്മൾ MG റോഡിലായാൽ പോലും കച്ചവട സ്ഥാപനങ്ങൾ റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കും. ഫുട്പാത്ത് കവർ ചെയ്തേക്കുക. കച്ചവട സ്ഥാപനങ്ങൾ കാറ് കയറ്റാൻ വേണ്ടി ഇങ്ങനെ ചരിച്ച, ഇങ്ങനെ നടന്നു, ഇങ്ങനെ ചെരിഞ്ഞു പോയി. ആകെ അത് ശരിക്കും സിവിക് സെൻസ് ഇല്ലായ്മ അതെല്ലായിടും ഉണ്ട്. അതൊക്കെ ഒരു കാര്യമാണ്. നമ്മൾ അധികൃതരെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എത്ര മര്യാദ കാണിക്കുന്നു എന്നത് ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം വളരെ ഗൗരവതരമാണ്. ഇതിൻ്റെ അധികൃതർ ശ്രദ്ധിക്കണം, ജനങ്ങളും ശ്രദ്ധിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.